അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു വാർത്ത നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. 3-4 ദിവസം മുമ്പ് നമ്മുടെ കോഴിക്കോട് അക്യുപഞ്ചർ അക്കാദമിയിലെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പഠിതാവിൻ്റെ കുട്ടി അറിയാതെ വായിൽ വെച്ച ഒരു തട്ടത്തിൻ്റെ പിന്ന് അത് അറിയാതെ വായിലൂടെ ഇറങ്ങിപ്പോയി, ആമാശയത്തിലേക്ക് എത്തി. ആദ്യം ചെറിയ പ്രയാസം, ഇറങ്ങിയ സമയത്ത് കുട്ടിയൊന്ന് ഭയന്നു. അങ്ങനെ സ്കൂൾ അധികൃതർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ ആമാശയത്തിൽ സ്റ്റൊമക്കിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിയുടെ മാതാവ് അക്യുപഞ്ചർ പഠിക്കുന്നതുകൊണ്ട് ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എന്താണ് ശരിക്കും നടക്കുന്നത് വ്യക്തമായി പഠിച്ചതിൻ്റെ പേരിൽ അവർ യാതൊരുവിധ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഭയപ്പാടോ ഒന്നും ഉണ്ടായില്ല. ഒരു കുട്ടിയെ വീട്ടിലേക്ക് കൂടുന്നു. ഡോക്ടർ പറഞ്ഞു ഇത്ര സമയത്തിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. 1-2 ദിവസം വെയിറ്റ് ചെയ്തു. കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ല, കുട്ടി എല്ലാ ആക്ടിവിറ്റീസുകളും ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് വയറ്റിൽ നിന്നും അവരുടെ ബാത്റൂമിൽ പോയ സമയത്ത് മലത്തിൻ്റെ കൂടെ യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ അത് പുറത്തു വന്നു. ഇത്രയും അത്ഭുതമാണ് മനുഷ്യ ശരീരം എന്നുള്ളത്. ഈ ശരീരത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ പഠനമാണ് അക്യുപഞ്ചർ പഠനം. ഇത് ഓരോരുത്തരും പഠിച്ചിരിക്കണം. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരും എന്ത് പ്രയാസം വന്നാലും ശരീരം തന്നെ അത് മാറ്റും. അതിനെ ഉത്തേജിപ്പിക്കേണ്ട പണി മാത്രമാണ് നാം ചെയ്യേണ്ടത്. അതിന് വേണ്ട സാഹചര്യം ഒരുക്കിയാണ് നാം ചെയ്യേണ്ടത്. അതിനാണ് ഇന്ന് അൽഹംദുലില്ലാഹ് ലോകം മൊത്തം ഉപയോഗപ്പെടുത്തുന്ന അക്യുപഞ്ചർ, പ്രത്യേകിച്ച് സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ ചികിത്സ ഇന്ന് നിലവിലുള്ളത്. എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ചികിത്സ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഏൽപ്പിക്കാതെ, ഒരു കെമിക്കലിൻ്റെ ഉപയോഗമില്ലാതെ, യാതൊരു സർജറിയോ കീറിമുറിക്കലോ ഇല്ലാതെ സുഖമായ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ രോഗങ്ങളും ഈ ഒരു ചികിത്സയിൽ സുഖപ്പെടും. നിങ്ങളുടെ ഓരോ പ്രയാസങ്ങൾക്കും, നിങ്ങളുടെ കുട്ടികൾക്കും ആർക്കും എന്ത് പ്രയാസം വന്നാലും ഈ ഒരു ചികിത്സയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പൂർണ്ണമായും ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. അവർ അയച്ചു തന്ന അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പും അതിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിർബന്ധമായും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കോഴിക്കോട് ബാച്ചിലെ സഹീറാണ്. പിന്നെ എനിക്ക് രണ്ടും പറയാൻ പറ്റില്ല വോയിസ് ഇടുന്നത്. ഞാൻ എൻ്റെ രണ്ടാമത്തെ മോള് കഴിഞ്ഞ ബുധനാഴ്ച സ്കൂളിലെ PT പീരീഡിന് ഞാൻ കളിച്ച് കഴിഞ്ഞാൽ ഷോള് കേടായപ്പോൾ ഷോള് മാറ്റി കുത്തല്ലോ. അങ്ങനെ എന്താക്കി, അവള് 2 നമ്മളെ മുട്ടില്ലേ ഷോളിന് കുത്തുന്നത് ബീഡ്സ്, അത് വായിൽ വെച്ച് അങ്ങനെ കുത്തുന്നതിനിടയ്ക്ക് എന്തായി, ഒന്ന് പുറത്തേക്കും പോയി, ഒന്ന് അകത്തേക്കും പോയി. ഓള് അറിയുന്നില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഓൾക്ക് തന്നെ ഓർമ്മ കിട്ടുന്നില്ല. ഓൾ അതിനാണെങ്കിൽ ചിരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്വാസം അകത്തേക്ക് വലിക്കുക ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണ് പോയിട്ടുണ്ടാവാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് 2 മിനിറ്റ് സംസാരിക്കാൻ കഴിയാതായി. അങ്ങനെ അവൾ എന്താക്കി, ഫ്രണ്ട്സുകൾ എങ്ങനെ വിളിച്ചു. അങ്ങനെ ഫ്രണ്ട്സുകൾ പുറത്തൊന്നും തട്ടിയിട്ടൊന്നും ഇത് വെക്കുന്നില്ല. അങ്ങനെ അവൾ കുറേ ശബ്ദിച്ചിട്ടൊന്നും ഇത് വരുന്നില്ല. അങ്ങനെ കുറച്ച് അവൾ ഉമിനീരിറക്കിയാൽ നേരെ താഴേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ ടീച്ചർ എന്നെ വിളിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലൊറ്റക്കാലേ, എൻ്റെ ചെറിയ കുട്ടികളും ഉണ്ടെന്ന്, പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലേ ഞാൻ. അങ്ങനെ അവർ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കോളി. അങ്ങനെ ഒരു കുറ്റിയാടി അമ്മാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തരും പറഞ്ഞു ആശ്രമത്തിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു വയറ് കഴുകാം. ഞാൻ പറഞ്ഞു വയറൊന്നും കഴുകണ്ട, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഓളെ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവർ പോയപാട് പറയുന്നത് എന്താണോ, ഇത് സ്റ്റൊമക്കിൽ എത്തിയിട്ടില്ലെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ വേണ്ടി വരും. അതാണ് ഫസ്റ്റ് പറയുന്നത്. ഒരു പേടിപ്പിച്ച് അതിൻ്റെ മോള് പറയാം, ഫസ്റ്റ് അതാ ഒരു പറയുന്നത്, സ്റ്റൊമക്കിൽ എത്തിയിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ വേണം. അങ്ങനെ ഓളാപ്പൊന്ന് ഭയന്നു ചെയ്യുന്നത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞേരം. അങ്ങനെ സ്റ്റൊമക്കിലെത്തി എക്സ്റേ കണ്ടാലും സമാധാനമായല്ലോ. അങ്ങനെ വീട്ടിൽ വന്ന് ആള് അന്ന് ഈവനിങ്ങിന് ബാത്റൂം പോയി, പിറ്റേന്ന് മോർണിംഗിന് പോയി. പിറ്റേന്ന് നമുക്ക് ടൂറും ഉണ്ടായിരുന്നു സ്കൈവേയിൽ. അങ്ങനെ ടൂറിന് പോയി, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ടോയ്ലറ്റിൽ പോകുന്നുണ്ട്, നോർമലി ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ ഇന്നലെ സ്കൂളിൽ ലീവാക്കിയിരുന്നു. മിനിഞ്ഞാന്ന് ടൂർ കഴിഞ്ഞതിൽ അങ്ങനെ ഇന്നലെ ഞാൻ കൊണ്ടുപോയിട്ട് എക്സ്റേ എടുത്ത്. വീട്ടിൽ നിന്ന് എല്ലാവരും ചീത്ത പറയുന്നത്, എന്തേ വര കഴിക്കാൻ. ഞാൻ വര കഴിച്ചാൽ എന്താ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാൻ ചെയ്യാഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എക്സ്റേ എടുത്തു പോയിക്കണമെന്ന് അറിയാലോ എന്നാണ്. അങ്ങനെ ഞാൻ ഇന്നലെ എക്സ്റേ എടുപ്പിച്ചിട്ട് എന്തായി, അത് സ്റ്റൊമക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴേക്ക് എത്തി. ഇടത് സൈഡിൽ നമ്മുടെ താഴേക്ക് എത്തിയിട്ടുണ്ട്, അബ്ഡോമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് സ്കാനിങ് ചെയ്യുന്നവരും പറഞ്ഞു ഇത് നാളെ എന്തായാലും പുറത്തേക്ക് എത്തായിരിക്കുന്നതാണ്. മെഡിസിൻ ഇരിക്കുന്നില്ല, ഒന്നും കൊടുത്തില്ലേ. ഞാൻ പറഞ്ഞില്ല, ഒന്നും കൊടുത്തിട്ടില്ല, അത് നോർമലി പോയിക്കോളും എന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് മാഷാ അല്ലാഹ് ഇന്ന് ഈവനിങ്ങിന് ബാത്റൂമിൽ പോയാലും അത് പുറത്തേക്ക് വന്നു. അപ്പോൾ